ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 209 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ദിവസങ്ങളിലെ ക്ലാസ് പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട പ്രവാചകന്മാരും അതുപോലെ പ്രവാചകിമാരും. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് മിരിയാം എന്ന പ്രവാചകി. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 20 മുതൽ വായിക്കുമ്പോൾ, അഹ്റോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി തപ്പെടുത്തു. സ്ത്രീകൾ എല്ലാവരും തപ്പിനോടും നൃത്തത്തോടും കൂടെ ഗാനപ്രതിഗാനമായി പാടി. മിരിയാം വലിയൊരു മനുഷ്യനെ സംരക്ഷിച്ച ചരിത്രമാണുള്ളത്. അതാരെ നമുക്കറിയാം? തൻ്റെ ഇളയ സഹോദരനായ മോശെ. ചരിത്രം ഇങ്ങനെയാണ്: ആ കാലയളവിൽ എബ്രായ ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞു കളയണം. എന്ത് സങ്കടമുള്ള കാര്യമാണ്. അവിടെ പറയുന്നത്, അക്കാലത്തെ മോശ ജനിച്ചു. ഏത് കാലം? ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ വലിച്ചെറിയുന്ന കാലം. മോശയുടെ ജനനത്തിൽ അവൻ ദിവ്യ സുന്ദരനായിരുന്നു. അതിനാൽ അവൻ്റെ പെങ്ങളെ വലിയ ചേച്ചി അവളെ വളരെ ശ്രദ്ധയോടുകൂടി അവനെ പരിപാലിച്ചത് 3 മാസമേ പറ്റിയുള്ളൂ. പക്ഷെങ്കില് ഒളിപ്പിക്കുവാൻ സാധിക്കാതെ വന്നു. എങ്ങനെയാന്നറിയല. ചിലപ്പോൾ ആ കുഞ്ഞ് ഉറക്കം നിലവിളിച്ച് കാണും. അങ്ങനെയാണെങ്കിൽ ഫറവോന്റെ വാള് ആ വീട്ടിൽ വരും. അതുകൊണ്ടൊരു കാര്യം ചെയ്തു. അവൾ ഈ കുഞ്ഞിനെ ഏതെങ്കിലും നിലയിൽ രക്ഷിക്കാനുള്ള മാർഗം അന്വേഷിച്ചു. നാം ഒരു കാര്യം മനസ്സിലാക്കണം: നമുക്കുണ്ടാകുന്ന ഏത് വിഷയത്തിലും ദൈവഹിതം ഉണ്ട്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം, അവൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങിച്ചു, വില കൊടുത്തു വാങ്ങിച്ചു. അക്കാലത്ത് ഞാങ്ങണ പെട്ടകം അവിടെ വിൽപ്പനയ്ക്ക് ഉണ്ടായിരുന്നു. അവളത് വാങ്ങിച്ച് അതിന് നല്ല പശ തേച്ചു. കാരണം നൈൽ നദിയിലെ വെള്ളം പെട്ടകത്തിനകത്ത് കയറി കുഞ്ഞാങ്ങളയ്ക്ക് മരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ഇനി കീലും തേച്ചു. എത്ര ഭദ്രമായി നൈൽ നദിയുടെ സൈഡിൽ വെള്ളത്തിൽ ആ കുഞ്ഞിനെ കൊണ്ടുവച്ചു. മാനുഷികമായിട്ട് നോക്കിയാൽ ആ വല്യേച്ചിയുടെ അല്ലെ മിരിയാമിന്റെ ഹൃദയം തകർന്ന നിൽക്കുന്നത്. കാരണം അവിടെ വായിക്കുമ്പോൾ അവനെന്ത് സംഭവിക്കും എന്നറിയുവാൻ അവൾ ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. കുഞ്ഞാങ്ങളയ്ക്ക് 3 മാസം പ്രായമുള്ളൂ. ആ കുഞ്ഞിനെന്ത് സംഭവിക്കുമെന്ന് ഹൃദയവേദനയോടെ തകർന്നു നിൽക്കുന്ന സാഹചര്യം. ഫറവോന്റെ മകൾക്ക് ഒരു മനസ്സിൽ ചിന്ത കടന്നു വന്നു: നൈൽ നദി പോയി ഒന്ന് കുളിക്കാമെന്ന്. ഇതെല്ലാം ദൈവഹിതമാണ്. അതിന് കുളിക്കാൻ ചെന്നപ്പോൾ നൈൽ നദിയുടെ സമീപത്തെ ഒരു പെട്ടകം, ഞാങ്ങണ പെട്ടകം, അവിടെ ഓളങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകി. ആ സമയത്തെ ദാസിമാരോട് പറഞ്ഞു, ആ പെട്ടകം, ഞാങ്ങണ പെട്ടകം കൊണ്ടുവരാൻ പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ അവൾക്ക് ഒട്ടും സംശയിച്ചില്ല. ഏത് ജാതിയിൽപ്പെട്ടതാണെന്ന് ഒട്ടും സംശയിച്ചില്ല. അവൾ പറഞ്ഞു, ഇതൊരു എബ്രായ പൈതൽ. ഇത് കേട്ട് മിരിയാം ദൂരത്ത് നിന്ന് മിരിയാം ഒന്ന് ചോദിക്കുകയാണ്, അല്ല യജമാനത്തിയെ,
ഈ കുഞ്ഞിനെ മുലയൂട്ടാൻ വേണ്ടി ഞാൻ എബ്രായ സ്ത്രീകളിൽ നിന്നും ഒരാളെ കൊണ്ടുവരട്ടെ ചോദിച്ചു. ഉടനെ ഫറവോന്റെ മകൾ പറഞ്ഞു, കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കുട്ടിയുടെ അമ്മയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അധികം പ്രായമില്ലെന്ന് മിരിയാമിന് അന്നേരം അമ്മയെ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാനിതിനെ പോറ്റാൻ വേണ്ടി ഒരു സ്ത്രീയെ കൊണ്ടുവരാൻ പറഞ്ഞു. ഇടയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള അവസരം ദൈവം കൊടുത്തില്ല. എബ്രായ കുഞ്ഞിനെ മുലയൂട്ടന് വേണ്ടി ഫറവോന്റെ ജാതിയിൽപ്പെട്ടവരെ കൊണ്ടുവരട്ടെ ചോദിച്ചില്ല. അത് എബ്രായരുടെ ഒരു സ്ത്രീയെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ബാലിക പെങ്ങൾ ഭയങ്കര ബുദ്ധിശാലിയായിരുന്നു. അവൾ ഓടിച്ചെന്ന് അവിടെ അമ്മയോട് പറഞ്ഞു, അമ്മേ, നമ്മുടെ കുഞ്ഞിനെ ഫറവോന്റെ മകൾ എടുത്തു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു കാര്യം ചെയ്യണം, അമ്മയുടെ മകൻ എന്ന് പറയാതെ ഈ കുഞ്ഞിനെ മുലയൂട്ടാനായിട്ട് പോകണമെന്ന് പറഞ്ഞു. മുല കൊടുക്കാനുള്ള ശമ്പളം കൂടെ തരാമെന്ന് പറഞ്ഞു. ലോക ചരിത്രത്തിൽ സ്വന്തം മകനെ മുലപ്പാല് കൊടുത്തതിന് രാജകീയമായ ശമ്പളം വാങ്ങിയ ഏക സ്ത്രീ ആരാ ചോദിച്ചാൽ മോശയുടെ അമ്മയാണ്. മോശയുടെ പെങ്ങളും മോശയുടെ അമ്മയും വളരെ ത്യാഗപരമായി ഈ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു. മുലയൂട്ടുമ്പോൾ ഉമ്മ വെച്ചിട്ട് മോശ കുഞ്ഞിനോട് പറയും, മോനെ, നീ ഫറവോന്റെ ഒരു ബന്ധവുമില്ല, ഫറവോനുമായിട്ട് ഒരു ബന്ധമില്ല, നീ എബ്രായരുടെ കുഞ്ഞാണ്. ഓരോ സമയം അതിനെ വളർത്തിയെടുക്കുമ്പോൾ നീ എബ്രായ കുഞ്ഞാണ്, എബ്രായ കുഞ്ഞാണ്. ആ ചെറിയ കുഞ്ഞിന്റെ മനസ്സിൽ ആ എബ്രായ കുഞ്ഞാണെന്ന് അകത്ത് കയറി മാതാപിതാക്കളെ, പ്രത്യേകിച്ചും മാതാക്കളുടെ കാര്യം പറയുന്നു. നിങ്ങളുടെ മക്കളെ നല്ല നിലയിൽ വളർത്തുവാൻ അമ്മയ്ക്കാണ് അവസരം എന്ന് ഓർപ്പിച്ചു കൊള്ളുന്നു. ഈ മോശയ്ക്ക് ഫറവോന്റെ മകളാ പേരിട്ടത്. മോശയെന്ന് പേരിട്ടു. പുറപ്പാട് പുസ്തകം 2:10. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്നും കിട്ടിയവൻ, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നും വലിച്ചെടുത്തവൻ എന്നർത്ഥത്തോടുകൂടി ഈ ഫറവോന്റെ മകൾ ഇവന് മോശ എന്ന് പേരിട്ടു. അങ്ങനെ ഈ മുലയൂട്ടിയെല്ലാം കഴിഞ്ഞ ശേഷം ഈ കുഞ്ഞിനെ കൊണ്ടുപോയി നേരെ ഫറവോന്റെ മകളെ ഏൽപ്പിച്ചു. മകളെ ഏൽപ്പിച്ചെങ്കിലും അവന്റെ ഹൃദയത്തിൽ അറിയാം, എൻ്റെ അമ്മയല്ല, ഇത് ഫറവോന്റെ മോളാണ്, ഇവളുമായിട്ടൊരു ബന്ധമില്ലെന്ന്. നോക്കിക്കോണം, ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഓരോരുത്തരെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ ഒരു സ്നാപ യോഹന്നാനെ ആവശ്യമായിരുന്നു. അപ്പോസ്തലൻ പൗലോസ് സ്നാനപ്പെട്ടെങ്കിലും ആരും അദ്ദേഹത്തെ അംഗീകരിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഒരാളെ ഒരുക്കിയത് ബർന്നബാസിലായിരുന്നു. അവൻ അന്ത്യോക്യോളം ചെന്ന് പൗലോസിനെ കൊണ്ടുവന്ന് അവിടെ നമ്മൾ വായിക്കുമ്പോഴേ അന്ത്യോക്യ സഭയിലെ അംഗത്വം കൊടുത്തു. ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മളാരും തന്നെ ഒറ്റയ്ക്കങ്ങ് വന്നു എന്ന് വിചാരിച്ചങ്ങ് പറയരുതേ. നമ്മളെ ദൈവഭാഗത്ത് കൊണ്ടുവന്നവരും ശുശ്രൂഷ രംഗത്ത് കൊണ്ടുവന്നവരെ ഒരിക്കലും മറക്കരുതേ. കാരണം യേശുവിനെ ലോകത്തിൽ പ്രസിദ്ധം ചെയ്യുവാൻ ഒരു യോഹന്നാനെ ഏൽപ്പിച്ചു നേരത്തെ പറഞ്ഞല്ലോ. എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ കർത്താവ് വരാറായി. ഭാരതത്തിൽ വലിയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.